Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ. ഓക്കെ, സോ നമ്മൾ 7.5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയും അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടും ഉള്ള ഒരു പാർട്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, എളുപ്പമാണ്. ഇതിലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ബോർഡ് എക്സാമിന്, പക്ഷെ അത് ഭയങ്കര എളുപ്പമാണ് ചെയ്തെടുക്കാനും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ ഫോംസ് ഞാൻ എല്ലാം എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് പറയാറുള്ളത് പോലെ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചിട്ട് ഇത് തെറ്റുകൂടാതെ പഠിച്ചു കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കണ്ട. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങൾ തിരിച്ചു നോക്കി നിങ്ങൾ ചെയ്ത് നിങ്ങളങ്ങ് പഠിച്ചോളൂ. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് എക്സാമിന്റെ തലേന്ന് അങ്ങനെ നോക്കി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിയുമ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് വരും, ചെയ്ത് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഇനി നമ്മൾക്ക് കുറച്ച് ഫോംസ് ഉണ്ട് പാർഷ്യൽ ഫ്രാക്ഷന്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫോം നോക്കാം. ഫസ്റ്റ് ഫോം എന്താണ്? പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇന്റഗ്രൽ ഓഫ് ദിസ് തിങ് എന്ന്, അതായത് ഈ ഒരു ഫോമിൽ വന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓക്കെ, സോ ഈ ഒരു ഫോം ആണെങ്കിൽ നമ്മൾ അതിനെ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന് എഴുതുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് വാല്യൂസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ അതിന്റെ വാല്യൂ എയും ബിന്റെ വാല്യൂ നമ്മൾ പിന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ എ ഉണ്ട് ബി ഉണ്ട്, ഡിവൈഡ് ബൈ ഫസ്റ്റ് ഈ എക്സ് മൈനസ് എ ഇവിടെ എഴുതുക, ഈ എക്സ് മൈനസ് ബി പിന്റെ താഴെ എഴുതുക, പ്ലസ് ഇട്ടിട്ട്. ഓക്കെ, എളുപ്പമല്ലേ? ഇനി അടുത്ത പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു പവർ വന്നു. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എ ബൈ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം നമ്മൾ എ ബൈ എക്സ് മൈനസ് എ അതുപോലെ എഴുതുക, പിന്നെ ബി ബൈ എക്സ് മൈനസ് എ എന്ന് എഴുതാതെ എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ഫോം പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി. അങ്ങനെയാണ് ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത്. സോ എ ബൈ എക്സ് മൈനസ് എ പ്ലസ്, അതായത് എ ഇതുപോലെ. ഓക്കെ, സോ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി. ഓക്കെ, ഇനി അടുത്തത് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. അതായത് ഇങ്ങനെ ഒരു ഫോം ഇതും ഉണ്ട്, പിന്നെ ഒരു എക്സ് മൈനസ് ബി അതും ഉണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഇത്രയും ഭാഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഒരു എക്സ് മൈനസ് എ എഴുതും, പിന്നെ അതേപോലെ എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ എഴുതും, അല്ല അങ്ങനല്ലേ? ഇത് ഇത്രയും കൂടെ വന്നാൽ നമ്മൾ ഒരു എക്സ് മൈനസ് എ എഴുതും, പിന്നെ എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ എഴുതും. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഒരു എക്സ് മൈനസ് എ എഴുതി, പിന്നെ ഒരു എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ എഴുതി, പിന്നെ ബാക്കിയുള്ള എക്സ് മൈനസ് ബി അതുപോലെ എഴുതും. ഓക്കെ, സോ അടുത്തത് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റരുത്. വേർ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി കനോട്ട് ബി ഫാക്ടറൈസ്ഡ് ഫർദർ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു എക്സ് മൈനസ് എ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തത് എ ബൈ എക്സ് മൈനസ് എ അതുപോലെ എഴുതുക, പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇത് കണ്ടോ, ഇവിടെ ബി എക്സ് പ്ലസ് സി ആണ്, ന്യൂമറേറ്ററിൽ ബി എക്സ് പ്ലസ് സി എന്ന് വരും. ബി എക്സ് പ്ലസ് സി ഡിവൈഡഡ് ബൈ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം താഴെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ബി എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, സോ ഇത്രയും ഫോംസ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ബുക്കില് ഫസ്റ്റ് ഇത്രയും ഈ ഫോംസ് നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? അതായത് നമ്മൾ ആദ്യം ഇന്റഗ്രേഷൻ ആ സൈൻ ഇല്ലാതെ നമ്മൾ അതിന്റെ ഉള്ളിലെ സംഭവം നമ്മൾ ഇങ്ങോട്ട് എഴുതുകയാണ്. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതി. ഇനി നമ്മൾ നമ്മുടെ ഫോം ഏത് ഫോം ആണ് വരുന്നതെന്ന് നോക്കുക. ഏത് ഫോം ആയിരിക്കും വരുന്നത്? എ ബൈ ഫസ്റ്റ് 1 എക്സ് പ്ലസ് 1. ഓക്കെ, പ്ലസ് ബി ബൈ, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അങ്ങനെയല്ലേ ഫോം കിടക്കുന്നത്. ഓക്കെ, സോ ദെൻ ബി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2.
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഓക്കെ, സോ ഇതിന്റെ എന്താണ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ നമ്മൾ എന്താണ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് എങ്ങനെയാ നമ്മൾ ചെയ്യാ? ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1 ഓൾറെഡി ഉണ്ട്. സോ നമുക്കൊരു എക്സ് പ്ലസ് 2 കൂടെ വേണം. സോ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെ ഒരു എക്സ് പ്ലസ് 2 കൊണ്ടിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എ ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെ, പ്ലസ് ബി ഇൻറ്റു ഇവിടെ എന്താ ഇല്ലാത്തത്? ഇവിടെ എക്സ് പ്ലസ് 2 ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് ഇല്ലാത്ത എന്താണ് എക്സ് പ്ലസ് 1 ആണ്. സോ നമ്മൾ എന്താണ് ഇങ്ങനെയാ നമ്മൾ എക്സ് പ്ലസ് 1 കൊണ്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇവിടെ ഇവിടെ എക്സ് പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 1 ഇവിടെ എക്സ് പ്ലസ് 2 കൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമുക്ക് ഡിനോമിനേറ്ററെ കട്ട് ചെയ്ത് കളയണം, സിമ്പിൾ ആക്കാൻ വേണ്ടി. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ ബി ഇൻറ്റു എക്സ് പ്ലസ് 1 divided by x plus 2 into x plus 1. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താണ് ഇതിനെ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതാമല്ലോ അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് b ഇൻറ്റു എക്സ് പ്ലസ് 1 ദി ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു x plus 2. Okay, x divided by x plus 1 into x plus 2. Okay, so ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലെ? ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി എന്തുണ്ട്? സോ ദാറ്റ് ഇസ് x is equal to a into x plus 2 plus b into x plus 1. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അപ്പൊ ഇത് ഞാനൊന്ന് റബ്ബ് ചെയ്യാണ്. ഇതിവിടെ കിടക്കട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് കിടക്കട്ടെ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ? ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്. എന്താ? x is equal to a into x plus 2, okay, plus b into x plus 1. Okay അല്ലേ? സോ ഇനി നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ബിനെ കളയണമെങ്കിൽ x is equal to -1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി അങ്ങ് പോത്തില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പുട്ട് x is equal to -1. ഓക്കെ അല്ലെ? നമ്മൾ എന്തിനെ കളയണം? അതായത് എനെ കളയാൻ വേണ്ടി എന്താണ് ഈ ഫുൾ ടേം പോകണമെങ്കിൽ ഇത് 0 ആവണം. സോ എന്താണ് എക്സിന് -2 ഇട്ട് കഴിഞ്ഞാൽ എ പോവും, അതുപോലെ എക്സിന് -1 ഇട്ടാൽ ബി പോവും. ഓക്കെ, ഞാനിപ്പോ പുട്ട് x is equal to -1 ഇടുകയാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എന്താണ് എക്സ് നമ്മൾ -1 ഇട്ടു. സോ നമുക്ക് എന്താണ് ഇവിടെ ലെഫ്റ്റിൽ -1 is equal to, ഓക്കെ, സോ -1 is equal to a into -1 plus 2 plus b into -1 plus 1. So നമുക്ക് എന്ത് കിട്ടി? -1 is equal to a into 1 minus 2 is 1 plus 0. So -1 is equal to a. So നമുക്ക് a ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, സോ നിങ്ങൾക്ക് b കളയണമെങ്കിൽ b കളയാൻ നമുക്ക് a ന്റെ വാല്യൂ കിട്ടും. സോ നമുക്ക് a ന്റെ വാല്യൂ എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. സോ ഈ ഇക്വേഷനിലാണ് നമ്മൾ എന്താണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ പുട്ട് x is equal to 1 in ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? നമുക്ക് എന്താ എന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് ബിന്റെ വാല്യൂ വേണം. ബിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്റെ വാല്യൂ 0 ആക്കണം അല്ലെ? സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് x is equal to -2 ഇട്ടാൽ മതി. ഓക്കെ, സോ പുട്ട് x is equal to -2 in ഇക്വേഷൻ 1. ഓക്കെ, സോ എന്താണ് -2 is equal to a into -2 plus 2 plus b into -2
പ്ലസ് 1. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് -2 is equal to ഇവിടെ എന്താണ് 0 ആയി പോയി b into -1 എന്ന് കിട്ടി. സോ b ന്റെ വാല്യൂ എന്ത് കിട്ടി? സോ b is equal to 2 എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്താണ് എന്റെയും ബിന്റെയും വാല്യൂ കിട്ടി. സോ ഈ എന്റെയും ബിന്റെ വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ആദ്യം LCM എടുത്തു, സിംപ്ലിഫൈ ചെയ്തു, കട്ട് ചെയ്തു, വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇതിന് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 അതിന് കൊടുത്തു. അപ്പൊ സോ ഇക്വേഷൻ നമ്പർ ഓക്കെ ഈ 1 കൊടുക്കാം. 1 വേണ്ട, ഇക്വേഷൻ നമ്പർ 2 ഇപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷൻ മുതൽ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എന്താണ് എന്റെ ബിന്റെ വാല്യൂസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് x divided by x plus 1 into x plus 2 is equal to a divided by x plus 1. a എന്ന് വെച്ചാൽ എന്താണ് -1 divided by x plus 1 plus b divided by, sorry, b means 2 divided by x plus 2. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെയും ബിന്റെ വാല്യൂ കിട്ടി. നമുക്ക് എന്താണ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റി. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്റഗ്രൽ ഓഫ് ദിസ് തിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താണ് ഇന്റഗ്രൽ സൈൻ ഇടാം. ഇന്റഗ്രൽ ഓഫ് x by x plus 1 into x plus 2 dx എന്ന് പറഞ്ഞാൽ ഇതിനെ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ ഓഫ് -1 by x plus 1 plus 2 by x plus 2 dx. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്താണ് സോ ദിസ് ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യാലോ ഇന്റഗ്രേഷൻ -1 by x plus 1 dx plus integral of 2 by x plus 2 dx എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇത് നമുക്ക് എന്താണ് -1 by x plus 1 ഇന്റഗ്രൽ ഓഫ് -1 by x plus 1 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലോഗ് മോഡ് x അല്ലേ? ഇന്റഗ്രൽ ഓഫ് 1 by x എന്ന് വെച്ചാൽ ലോഗ് മോഡ് x ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ലോഗ് മോഡ്, ഇവിടെ x ന് പകരം x plus 1 ആണ്. ഓക്കെ, പ്ലസ് ഇവിടെ 2 ലോഗ് മോഡ് x plus 2 പ്ലസ് c. ഓക്കെ, സോ ഇത് നമ്മുടെ ഫൈനൽ ആൻസർ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിനെ എന്താണ് നിങ്ങൾ ബാക്കിൽ നോക്കുമ്പോൾ കുറച്ച് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് ലോഗ് മോഡ് x plus 1 അതുപോലെ എഴുതി. ഇതിന് പകരം അതായത് പ്ലസ് ലോഗ് x plus 2 ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഈ 2നെ നമുക്ക് മുകളിൽ കൊണ്ടുവരാമല്ലോ അല്ലേ? അതായത് log a raised to b, b log a ആണ്. സോ ഇവിടെ നമുക്ക് log a raised to b, അതായത് log a raised to b എന്ന് വെച്ച് കഴിഞ്ഞാല് b log a കിട്ടും. അതായത് ഈ പവർ ഉള്ള സംഭവം ഇവിടെ വരും. സോ എന്താണ് b log a നമുക്ക് log a raised to b എന്ന് എഴുതിക്കൂടെ? സോ അങ്ങനെയാണ് ഇത് വന്നത്. എന്നിട്ട് എന്താണ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ log a minus log b, that is log a by b. So log x plus 2 the whole square divided by x plus 1, okay, plus c. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിലെ ആൻസർ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾ നോക്കുക ലാസ്റ്റ് ഫൈനൽ ആൻസർ ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക ആൻസർ. ഓക്കെ, എളുപ്പമല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ സൈൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ എഴുതുക, ഫോം എന്താന്ന് വെച്ചാൽ അതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് എന്റെയും ബിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, എന്റെയും ബിന്റെ വാല്യൂസ് തിരിച്ച് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്റഗ്രൽ ഓഫ് 1 by x square minus 9dx അല്ലേ? സോ ഇതിനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം. ഇന്റഗ്രൽ ഓഫ് 1 by ഇത് a square minus b square ആണ്, അതായത് x square minus 3 square, that is x plus 3 into
എക്സ് മൈനസ് 3 dx. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാലോ അല്ലേ ഇവിടെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ? എ ബൈ ഒന്നാമത്തത് എക്സ് പ്ലസ്, ആദ്യം നമുക്ക് ഇതിനെ മാറ്റി ഇന്റഗ്രേഷൻ മാറ്റി എഴുതാം. ഓക്കെ, സോ ഇന്റഗ്രൽ ഇല്ലാതെ 1 ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു x minus 3 is equal to, okay, a by x plus 3 plus b by x minus 3 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് മറ്റേതുപോലെ ഇക്വേഷൻ 2 കൊടുക്കാം, നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. സോ 1 by x plus 3 into x minus 3 എന്ന് എഴുതി. So that is equal to a into, ഇവിടെ ഇല്ലാത്ത എന്താ? x plus 3 ഇവിടെ ഉണ്ട്, so x minus 3 ആണ് ഇല്ലാത്തത്. a into x minus 3 divided by x plus 3 into x minus 3 plus b into x plus 3 divided by x minus 3 into x plus 3. Okay, so ഇനി എന്താണ്? നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് a into x minus 3 plus b into x plus 3 the whole divided by x plus 3 into x minus 3 എന്ന് എഴുതാം. So that is 1 by x plus 3 into x minus 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ട്? 1 is equal to a into x minus 3 plus b into x plus 3. ഇനി നമ്മൾ എന്താണ് അടുത്ത എയിം? നമുക്ക് എന്റെ ബിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നിട്ടു. ഓക്കെ, സോ ഒന്നാമത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പുട്ട് x is equal to, ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ a അങ്ങ് പോകും, b ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ പുട്ട് x is equal to 3 in equation 2. ഓക്കെ, സോ ഇവിടെ നമുക്ക് x ന്റെ വാല്യൂസ് ഒന്നും ഇടാനില്ല, സോ 1 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ എഴുതാം. സോ 1 is equal to a into 3 minus 3 plus b into 3 plus 3. Okay, so 1 is equal to 6b and b is equal to 1 by 6. Okay, so നമുക്ക് b ന്റെ വാല്യൂ എന്ത് കിട്ടി? 1 by 6 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് a ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? put x is equal to b ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി a ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. സോ a ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് -3, x is equal to -3 ഇട്ടാൽ മതി അല്ലേ. സോ put x is equal to -3 in equation 2. ഓക്കെ, സോ നമ്മൾ x is equal to -3 ഇടുമ്പോൾ 1 is equal to, ഇവിടെ 1 അല്ലേ, that is equal to a into -3 minus 3 plus b into -3 plus 3 plus 3. Okay, so 1 is equal to -6a, therefore a is equal to -1 by 6 എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് a ന്റെ വാല്യൂ -1 by 6 എന്ന് കിട്ടി, b ന്റെ വാല്യൂ 1 by 6 എന്ന് കിട്ടി. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? We have to substitute the value of a and b in equation number 1. Okay, അപ്പോൾ നമുക്ക് equation number 1 ൽ a ന്റെ b ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ്? 1 divided by x plus 3 into x minus 3 is equal to a divided by means -1 by 6 divided by x plus 3, okay, plus b divided by b is
1/6 divided by x minus 3. Okay, so ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് 1/x plus 3 into x minus 3 dx that is equal to ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇന്റഗ്രേഷൻ അങ്ങ് സെപ്പറേറ്റ്, ഇന്റഗ്രൽ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പോവാണേ. മൈനസ് 1/6 എന്താണ് ഇവിടെ? മൈനസ് 1/6 ആണ് ഇൻറ്റു 1/x plus 3 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1/6. 1/6 പുറത്തെടുക്കണ്ടായിരുന്നല്ലേ? ഓക്കെ, നമുക്ക് പുറത്തെടുത്തേക്കാം. അപ്പൊ മൈനസ് 1/6 പുറത്ത് കിടക്കട്ടെ. ഇവിടെ നമുക്ക് 1/6 പുറത്തിരിക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് 1/x minus 3 dx. ഓക്കെ, സോ ദാറ്റ് ഇസ് 1/6. ഇവിടെ എന്താ വരുന്നത്? ലോഗ് മോഡ് മൈനസ് ഉണ്ട് ഓൾറെഡി. മൈനസ് ലോഗ് മോഡ് x plus 3 വരും പ്ലസ് 1/6. വേണമെങ്കിൽ 1/6 ഫുള്ളെ പുറത്തെടുക്കാം കേട്ടോ. അപ്പൊ ഒരു ബ്രാക്കറ്റും കൂടെ വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് ഫുള്ളെ അങ്ങ് പുറത്തെടുക്കാനത്. ഫുള്ളെ പുറത്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പം പുറത്തെടുക്കാൻ പോവാണ് ഫുള്ളെ. ഓക്കെ, സോ 1/6 ഇൻറ്റു ലോഗ് മോഡ് x minus 3 plus c. ഓക്കെ, സോ ദാറ്റ് ഇസ് 1/6. പുറത്ത് വരുമ്പോൾ ലോഗ് മോഡ് x minus 3 minus log mod x plus 3 plus c. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ്? log a minus log b. log a by b എഴുതി കൂടെ. So that is equal to 1/6 into log mod x minus 3 log a by b log x plus 3 log x minus 3 by log x plus 3 അല്ലേ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ലാസ്റ്റിൽ നിങ്ങൾ നോക്കണം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല മോഡിഫിക്കേഷൻ ഉണ്ടോന്ന്. സോ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യാം. എളുപ്പമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.